ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. നമസ്കാരം എല്ലാവർക്കും. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോസ്റ്റർ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2025 ഇയർ ഓഫ് ഫോക്കസ് എങ്ങനെ ആക്കി മാറ്റാം, അതിന് സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലൈഫ് ലേണിംഗ് ലെസൺസ് ആണ്, ഇതൊരു ജീവിതാനുഭവ പാഠങ്ങളാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങളിൽ നിന്നുള്ള ചില ചർച്ചകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ. അതിലെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനുകൾ, ഏറ്റവും വലിയ ശത്രു ഡിസ്ട്രാക്ഷനാണ്, ഡീവിയേഷൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുന്നത്, സ്വാഭാവികമായ ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇതുവരെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്ക് യൂട്യൂബ് ചാനൽ ഒക്കെ 1627 മുതലുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ഓരോ പാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കും. പോസിറ്റീവായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ, ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഫോക്കസിന്റെ നിലവിലുള്ള ഒരു ഫോക്കസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഫോക്കസ് സ്ട്രെങ്തേണിങ്, അല്ലെങ്കിൽ ഈ ഫോക്കസിലല്ല നിങ്ങൾ പോവേണ്ടത്, ഇന്ന ഫോക്കസിലാണ് പോവേണ്ടത് എന്നുള്ള പോസിറ്റീവ്, പ്രോഗ്രസീവ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫോക്കസ് ഡീവിയേഷനുകൾ, ഡിസ്ട്രാക്ഷനുകൾ ലൈഫിൽ ഉണ്ടാകാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എല്ലാ ഫോക്കസ് ഡീവിയേഷൻസ് ആണെങ്കിൽ തന്നെ ഫോക്കസിനെ ശക്തിപ്പെടുത്തുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള നമ്മൾ പ്ലാൻ ചെയ്തു പോകുന്ന ഒരു ഫോക്കസിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിൽ നിന്ന് അതിലേക്ക് ആഡ് ചെയ്യാനോ, അതിനെ പ്രോഗ്രസീവ് ആക്കാനോ, അത് പോകേണ്ട റൂട്ട് ഇതിനേക്കാൾ മികച്ച മറ്റൊരു റോഡുണ്ട് എന്ന് പറയാനോ ആരെങ്കിലും നമ്മളുടെ ഫോക്കസിനെ ഡീവിയേറ്റ് ചെയ്യാൻ, ഡിസ്ട്രാക്ട് ചെയ്യാൻ, അത് പോസിറ്റീവായിട്ടുള്ള, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ആണ്. സോ എല്ലാതരം ഡിസ്ട്രാക്ഷൻസും നെഗറ്റീവ് ആണെന്നും, എല്ലാ ഡിസ്ട്രാക്ഷൻസും അനലിറ്റിക്കലി നെഗറ്റീവ് ആണെന്നും, എല്ലാ ഡിസ്ട്രാക്ഷൻസും ശരിയല്ലാത്തതാണെന്നും തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് ചേർത്ത് പറയാനുള്ളത്. സോ എന്തായിരിക്കും പ്രോഗ്രസീവ് ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ? ഉദാഹരണം, നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ തീരുമാനിച്ചു, 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനാണ് തീരുമാനിച്ചത്. നിങ്ങളത് കുറേ കാലമായിട്ട് പല ആളുകളും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു, നിങ്ങൾ സ്വപ്നം കണ്ടു, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു. 2025 ഒരു 2 വീലർ ഓടിക്കണം എന്നുള്ള, ഒരു ലൈസൻസ് എടുക്കണം എന്നുള്ള ഒരു പ്ലാൻ എടുത്തു. പോകുന്ന സമയത്ത് അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് അതിനു വേണ്ടി 12,000 രൂപ, 14,000 രൂപ, ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ആവശ്യമായ ഫീസും സമയവും അലോക്കേഷൻസും സൗകര്യവും എല്ലാം മാറ്റിവെച്ച് ഒരുങ്ങി നിൽക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളോട് പറയുന്നത്, ഡോണ്ട് ടേക്ക് 2 വീലർ ഓൺലി, ടേക്ക് 4 വീലർ ആൾസോ. അപ്പോഴായിരിക്കും പറയുന്നത് നിങ്ങളോട്, നിങ്ങൾക്ക് 4 ചക്രമുള്ള വാഹനത്തിന്റെ ലൈസൻസും കൂടി എടുക്കുന്നത് നല്ലതാണ്, ഇതിന്റെ കൂട്ടത്തിലാവുമ്പോൾ അത് ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ നടക്കും. അപ്പൊ നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മളുടെ പ്രശ്നം അല്ല, ഞാൻ 2 വീലർ മാത്രമേ ഫോക്കസ് ചെയ്തത് കൊണ്ട് 2 വീലർ മാത്രമേ എടുക്കൂ, 2 വീലറെ എനിക്ക് പറ്റൂ എന്നുള്ള ശാഠ്യം പിടിച്ച്, വാശി പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അതൊരു പ്രോഗ്രസീവായ, ഡെവലപ്മെന്റലായ, പോസിറ്റീവായിട്ടുള്ള ഒരു ഡീവിയേഷൻ ആണെങ്കിൽ ആ 2 വീലർ പ്ലസ് 4 വീലറിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ഇതേ ട്രെയിനിൽ അല്ലെങ്കിൽ ഇതേ വാഹനത്തിൽ
ഇത്ര ശതമാനം അധികം കൊടുത്താൽ ഇതിനേക്കാൾ കംഫർട്ടബിളായി നിങ്ങൾക്ക് ഇരുന്ന് എഴുതി പഠിച്ച് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ നോക്കി സ്വസ്ഥമായി പോകാൻ പറ്റും. അപ്പൊ അത്രയും യാത്രാ സമയം 2-3 മണിക്കൂർ ഈ ട്രെയിനിൽ നിങ്ങൾ തൂങ്ങിപ്പിടിച്ച് തള്ളിപ്പിടിച്ച് സീറ്റ് കിട്ടാതിരിക്കുന്നതിന് പകരം ഇങ്ങനെ പോകുന്നത് നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ യാത്രക്കും നിങ്ങളുടെ പ്രോഗ്രസീവ് തിങ്കിങ്ങിനും നല്ലതാണ് എങ്കിൽ അത് പോസിബിൾ ആണെങ്കിൽ ആ ഡ്രീം ഡൈവേർഷൻ, ആ ഗോൾ ഡൈവേർഷൻ, ആ ഡീവിയേഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. സി പ്രോഗ്രസീവ് ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡൈവേർഷൻ പോസിബിൾ ആണ് നമ്മളെ കൊണ്ട് എങ്കിൽ നമുക്കത് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോ നിലവിൽ നമ്മൾ പോകുന്നതിൽ നിന്ന് ഒരാൾ നമ്മുടെ സ്വപ്നത്തെ വളർത്തി തരികയോ നമ്മുടെ ദിശയെ മെച്ചപ്പെടുത്തി തരികയോ നമ്മുടെ വഴി അതിനേക്കാൾ മനോഹരമായതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയോ കാണിച്ചു തരികയോ ഒക്കെ ചെയ്താൽ അത് ഡീവിയേഷനാണ്, ഡിസ്ട്രാക്ഷനാണ്. പക്ഷെ അത് പോസിറ്റീവാണ്, പ്രോഗ്രസീവാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾ ജനറലി മറ്റുള്ള ആളുകളോട് ഗുണകാംക്ഷ ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് ഒന്ന്. 2, അവര് മെന്റേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. 3, അവർ പാരന്റൽ ഗാർഡിയൻ ലെവലിലുള്ളവരായിരിക്കും എന്നുള്ളത്. 4, സമൂഹത്തിന്റെ അല്ലെങ്കിൽ സോഷ്യലി ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്ത ഉള്ള ആളുകളായിരിക്കും. 5, ലൈഫ് എക്സ്പീരിയൻസ് മൂലം മെച്യൂരിറ്റി വളരെ സിമ്പിളായിട്ട് ഷോക്കേസ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളായിരിക്കും. അനുഭവ പാഠങ്ങളിൽ നിന്ന് ജീവിതത്തെക്കുറിച്ച് നോക്കിക്കണ്ട ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള 5-6 കാര്യങ്ങൾ ഉള്ള ആളുകൾ മാത്രമേ നമ്മളെ പ്രോഗ്രസീവായി, പോസിറ്റീവായി, പ്രോഫിറ്റബിളായി, പ്രൊഡക്റ്റീവായി ഒരു ഡീവിയേഷനെ കുറിച്ച് സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ കമന്റ് ഏതൊരാൾ പറയുമ്പോഴും അതിനെ നമ്മൾ എമോഷണലി ബാലൻസ്ഡ് ആവുകയും അതിന് റിസീവ് ചെയ്യുകയും, യൂണിവേഴ്സൽ എനർജി പറയുന്നത് പോലെ ലിസൺ ഓർ ഹിയർ ഓൾ ദ തിങ്സ് യൂണിവേഴ്സലി, എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിലാവശ്യമുള്ളതിനെ കൃത്യമായി വിശ്വസിക്കുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്ന ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫിലോസഫി. അതിന് പകരം കേൾക്കുന്നതെല്ലാം ഒരേപോലെ തഴയേണ്ടതില്ല എന്നർത്ഥം. ഇനി സോഷ്യലി, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൽ സോഷ്യലി നമ്മളെ ധാരാളമായി അഡ്വൈസ് ചെയ്യുവാൻ ഒരുപാട് ആളുകൾ ചുറ്റുവട്ടത്തുണ്ടാവും. ഈ അഡ്വൈസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്താണ്? അവരൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മളുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ഗോളിനെ. എല്ലാ കമന്റുകളും നമുക്ക് കേൾക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ട്, ഇമോഷണൽ ബാലൻസ് കൊണ്ട്, ഇമോഷണൽ മാസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമന്റിലും ഒരു അഡ്വൈസിലും ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ മൂവ് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. പക്ഷേ അത് സമയവും സന്ദർഭവും നോക്കി വേണം എന്ന് മാത്രം. വളരെ വേഗത്തിൽ എടുക്കേണ്ട ഒരു ചേഞ്ച് റോഡ് വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഇടക്ക് വരുമ്പോൾ അതിന് പെട്ടെന്ന് സ്വീകരിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ചെയ്യേണ്ട കാര്യം ആലോചിച്ച് സ്വീകരിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ 10 വർഷങ്ങൾ അപ്പുറത്തേക്ക് ഇങ്ങനെ ആവുന്നത് നിനക്ക് ഗുണം ചെയ്യുമെന്ന് പറയുന്നത് സമയമെടുത്ത് ആലോചിച്ച് ചെയ്യേണ്ടതായിരിക്കും. ഓരോ ഗോളിൻ്റെയും, ഷോർട്ട് ടേമിൻ്റെയും മിഡ് ടേമിൻ്റെയും ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രഷോൾഡ് ഓറിയൻറ്റഡ് ആയി അല്ലെങ്കിൽ ലോങ് ടേം ആയിരുന്നല്ല, എനി ടൈപ്പ് ഓഫ് ഗോൾ ഡീവിയേഷൻ ഒരു അപ്ഗ്രഡേഷൻ ഒരു ഡ്രീംസിന് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമ്പോൾ സമയാസന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമായ തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ഫോക്കസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ജിമ്മിന് പോകണം, അല്ലെങ്കിൽ കരാട്ടയ്ക്ക് പോകണം, യോഗയ്ക്ക് പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് തെറ്റില്ല. അതൊരു സ്വപ്നമാണ്. അത് വിഷ് ചെയ്യാൻ ആർക്കും പറ്റും. അത് ഈ മാസം തുടങ്ങുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്, ആ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അത് ഗോളാണ്.
അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇന്ന എക്സസൈസുകളൊക്കെ ചെയ്തോളൂ എന്ന് ജിമ്മിലുള്ള ആള് നിങ്ങളെ സജസ്റ്റ് ചെയ്ത് അതിനോട് 100 രൂപ കൂടി കൂട്ടിയാൽ ഇത്രയും പാക്കേജുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അതിന്റെ പോസിബിലിറ്റി, അത് ഓക്കെ, പ്രോഫിറ്റബിൾ ആണ്, പ്രൊഡക്റ്റീവ് ആണ്, പ്രോഗ്രസീവ് ആണ്. പക്ഷെ അതിന്റെ പോസിബിലിറ്റി എന്താണ്? അതിന്റെ പോസിബിലിറ്റി എനിക്ക് സന്ധികളിലൊക്കെ വേദനയുണ്ട്, എനിക്ക് നട്ടലിന് പ്രശ്നമുണ്ട്, ഡിസ്ലൊക്കേഷൻ ഉണ്ട് ഡിസ്കിന്റെ, ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുക ഇത്രയും അധികം ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പോസിബിലിറ്റി തിങ്കിങ് നമ്മൾ നടത്തണം. അത് അവർക്ക് അറിയില്ല. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മുമ്പ് സംഭവിച്ചു, നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. സോ എക്സ്റ്റേണൽ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എല്ലാം പോയിട്ട് തലവെച്ച് കൊടുക്കുന്ന അവസ്ഥ അപകടകരമാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ മാത്രം ജോലിയാണ്. സോ പീപ്പിൾ ക്യാൻ ഇൻഫ്ലുവൻസസ്, ആർക്കും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷെ എമോഷണലി സ്റ്റേബിൾ ആണെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആള് ഇൻഫ്ലുവൻസീവ് ആയിട്ടുള്ള ഏത് വേർഡും സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോഗ്രസീവായി, പ്രൊഡക്റ്റീവായി, പോസിബിളായ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ഡീവിയേഷനുകളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുകയും മുന്നോട്ട് പോകാൻ നമ്മൾ സാധിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഡീവിയേഷൻ, ഡിസ്ട്രാക്ഷൻ, ഓൺ ഫോക്കസ് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവണമെന്നില്ല, അനലിറ്റിക്കലി നെഗറ്റീവ് ആവണം എന്നുമില്ല. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഒരു വലിയ 2025 ആശംസിക്കുകയാണ്. പ്രോസ്പെരിറ്റിയുടെ 2025 ആശംസിക്കുകയാണ്. മികച്ച ഫോക്കസിന്റെ 2025 ആശംസിക്കുകയാണ്. അഭിവൃദ്ധിയുടെ 2025 ആശംസിക്കുന്നു. ആലോചിക്കേണ്ടത് വളരെ പ്രോഗ്രസീവായ, വളരെ പ്രൊഡക്റ്റീവായ, വളരെ പോസിബിലിറ്റി ഉള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വലിയ 2025 വേണ്ടി നമുക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങാം. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് ഗോഡ് ആൻഡ് താങ്ക് യു all. Love you all. Bye. Bye for now. Thank you, sir. Thank you all. Thank you.